4 പതിറ്റാണ്ടുകളായി ഗ്ലോബൽ സിനിമയിലും ഹോളിവുഡിലും നിറഞ്ഞു നിൽക്കുന്ന പേര്. ഒരു പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള അമാനുഷിക കഴിവുള്ള ഒരു സംവിധായകൻ സ്റ്റീഫൻ സ്പിൽബർഗ്. അദ്ദേഹത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. 1974 ദി ഷുഗർലാൻഡ് എക്സ്പ്രസ് എന്നൊരു സിനിമയായിട്ട് തിയേറ്ററിക്കൽ റിലീസായിട്ട് അരങ്ങേറ്റം കുറിച്ചതായിരുന്നു സ്റ്റീഫൻ സ്പിൽബർഗ്. ഈ ചിത്രം വളരെയധികം ബോക്സ് ഓഫീസിൽ ചലനം സൃഷ്ടിച്ച ഒരു സിനിമയായിരുന്നു. ഒരു ഭാര്യയും ഭർത്താവും കൂടി ഒരു പോലീസുകാരനെ തട്ടിക്കൊണ്ടു പോകുന്നതും പിന്നെ ഒരു കുട്ടിയെ ഓർഫണേജ് ഹോമിലാക്കുന്നതും അതൊക്കെ സംബന്ധിച്ചൊരു അഡ്വഞ്ചറസ് ജേണി തന്നെയായിരുന്നു ആ സിനിമ. 1974 പുറത്തിറങ്ങിയിരുന്നത്. അത് ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റായിരുന്നു. പിന്നീട് ക്ലോസ് എൻകൗണ്ടർ ഓഫ് ദി തേർഡ് കൈൻഡ് എന്നുള്ളൊരു സിനിമ 1977 റിലീസായതാണ്. അതിൽ നമുക്ക് ഏലിയൻ ഇൻവേഷനെ കുറിച്ചൊക്കെ ഒരുമാതിരി പരിചയപ്പെടുത്തിയ ഒരു സിനിമയാണ്. അത് ആദ്യത്തെ ഏലിയൻ ഇൻവേഷൻ ചിത്രം അതാണെന്നല്ല പറയുന്നത്. ഒരു ഏലിയൻ ഇൻവേഷനെ കുറിച്ചുള്ളൊരു സംഭവം സാധാരണക്കാരെ ജനങ്ങളിലോട്ട് എത്തിക്കാൻ ശ്രമിച്ചൊരു ചിത്രമായിരുന്നു ക്ലോസ് എൻകൗണ്ടർ ഓഫ് ദി തേർഡ് കൈൻഡ്. 1977 റിലീസ് ചെയ്യുന്നത്. അതൊരു വൻ വിജയം തന്നെയായിരുന്നു. പിന്നീട് അങ്ങോട്ട് സ്റ്റീഫൻ സ്പിൽബർഗിൻ്റെ കാലം തന്നെയായിരുന്നു. തിയേറ്ററിൽ പ്രേക്ഷകർ സ്റ്റീഫൻ സ്പിൽബർഗിൻ്റെ സിനിമ എന്നാണ് റിലീസ് ചെയ്യുന്നതെന്ന് കാത്തിരുന്ന ഒരു സമയം തന്നെ ഉണ്ടായിരുന്നു. 1970, 78 ശേഷം 80 കാലഘട്ടങ്ങളിൽ പിന്നീട് വന്നത് E.T. എക്സ്ട്രാ ടെറിട്ടോറിയൽ, ഒരു ഏലിയൻ ഇൻവേഷൻ അല്ല, ഒരു ഏലിയൻ ഭൂമിയിൽ വന്ന് ഒരു സാധാരണ ഫാമിലിയായിട്ട് ഫ്രണ്ട്ലി ആവുന്നതും ആ ഒരു ഏലിയൻ എന്നുള്ളൊരു ഭീതിയെ ഒരു ഫ്രണ്ട്ലി പരിഗണനയിൽ സ്റ്റീഫൻ സ്പിൽബർഗ് അതിമനോഹരമായിട്ട് അവതരിപ്പിച്ച സിനിമയായിരുന്നു E.T. ഡ്രൂ ബാരിമോർ പോലുള്ളൊരു മുൻനിര നായികമാരെല്ലാം അരങ്ങേറ്റം കുറിച്ചൊരു സിനിമ തന്നെയായിരുന്നു E.T. പിന്തുടർച്ചയായിട്ടാണ് ഏലിയന് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് സിനിമകളും സീരീസുകളും കാർട്ടൂണുകളും എല്ലാം വന്നു തുടങ്ങിയത്. സാധാരണ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിച്ചൊരു സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് E.T. വിശേഷിപ്പിക്കും. E.T. പോലുള്ളൊരു സിനിമയെ ഇൻസ്പയർ ചെയ്ത് നമ്മൾ ഇന്ത്യയിൽ ഹൃതിക് റോഷൻ നായകനായിട്ട് അഭിനയിച്ച സിനിമയായിരുന്നു കോയി മിൽ ഗയ. അതും ഇന്ത്യയിൽ വലിയ ഹിറ്റായിരുന്നു. E.T. എന്ന് വന്നൊരു ഇൻസ്പിറേഷനാണെന്ന് ഡയറക്ടർ രാകേഷ് റോഷൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൊട്ട് മുമ്പേ റൈഡേഴ്സ് ഓഫ് ദ ലോസ്റ്റ് ആർക്ക്, ഇന്ത്യാന ജോൺസിൻ്റെ ഒരു കഥ അവതരിപ്പിച്ചുകൊണ്ട് തുടങ്ങിയതാണ്. ഇന്ത്യാന ജോൺസ് എല്ലാവർക്കും അറിയായിരിക്കും. ഒരു ട്രഷർ ഹണ്ട്, അഡ്വഞ്ചർ, ആ ലെവലിൽ നോക്കുമ്പോൾ ഇതിനെ പിന്തള്ളപ്പെടുന്ന വേറൊരു സിനിമ ലോകത്ത് തന്നെ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാം. ഈ സിനിമയെ ഇതിവൃത്തമാക്കി തന്നെയാണ് ഫ്യൂച്ചറിൽ വന്ന മിക്ക ഒരു ട്രഷർ ഹണ്ട് സിനിമകളും അങ്ങനത്തെ സിനിമകളെല്ലാം ഇതിൻ്റെ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. പക്ഷേ ഡോക്ടർ ജോൺസ് എന്നുള്ളൊരു കഥാപാത്രം ലോകത്ത് എക്കാലത്തും ഹോളിവുഡിൽ ഹിസ്റ്ററിയിൽ എഴുതപ്പെടുന്ന ഒരു കഥാപാത്രമായിട്ട് തന്നെ മാറി. ഹാരിസൺ ഫോർഡ് ചെയ്തു വെച്ചിട്ടുള്ള ആ റോളിന് പകരക്കാരനായിട്ട് ഇന്നൊരു നടനും വരാൻ പോകുന്നില്ലെന്ന് തന്നെ സാരം. പിന്നീട് ഏറ്റവും എടുത്ത് പറയാനുള്ളത് 1975 റിലീസായ ജോസ്. എല്ലാവർക്കും അറിയായിരിക്കും. ഒരു ഷാർക്കിനെ കുറിച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു ജോസ്. ലോക ബോക്സ് ഓഫീസിൽ തന്നെ ഏറ്റവും ചലനം സൃഷ്ടിച്ച ഒരു പടം തന്നെയായിരുന്നു ജോസ്. ആ ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ പെടുന്ന സിനിമ. പിന്നീട് പിൽക്കാലത്ത് 90s വീഡിയോ കാസറ്റ് കടകളിലൊക്കെ ഏറ്റവും കൂടുതൽ ചിലവായിട്ടുള്ളൊരു സിനിമയായിരുന്നു ജോസ്. സീസൈഡ് ഷാർക്ക് ത്രില്ലേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകർക്ക് ഫസ്റ്റ് ഏതൊരു ഷാർക്ക് സിനിമ, ഇപ്പോൾ മെഗ് അതുപോലത്തെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. ഏതൊരു ഷാർക്ക് അറ്റാക്ക് സിനിമകൾ വന്നാലും എല്ലാവരുടെയും മനസ്സിൽ ഫസ്റ്റ് വരുന്ന ഒറ്റ പേര് ദി ജോസ് എന്നുള്ളൊരു സിനിമയുടെ പേരായിരിക്കും. സ്റ്റീഫൻ സ്പിൽബർഗ് 1975 പുറത്തു കൊണ്ടുവന്ന ഈ ജോസ് എന്നുള്ളൊരു സിനിമ തന്നെയാണ് എക്കാലത്തെയും മികച്ച ഷാർക്ക് അറ്റാക്ക് സിനിമ. പിന്നീട് 1993 റിലീസായ ജുറാസിക് പാർക്ക്. അത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് വിശ്വസിക്കുന്നു. ജുറാസിക് പാർക്ക് ലോകത്തിൽ നമ്മൾ ഏതൊരു കുഗ്രാമത്തിൽ ഗ്ലോബലിൽ ഏതൊരു ആഫ്രിക്കയിലായാലും ഏതൊരു കുഗ്രാമത്തിൻ്റെ ഏതൊരു കോണിൽ പോയി ചോദിച്ചാലും നമുക്ക് ഭാഷ അറിഞ്ഞുകൂടാതെ ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞാൽ അതായത് ഏതൊരു കൊച്ചു പിള്ളേർക്ക് ജുറാസിക് പാർക്ക് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണ്. 93 റിലീസായ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ അന്നത്തെ ഒരു കളക്ഷൻ വെച്ച് തന്നെ ഏകദേശം 1 ബില്യന് മേളിൽ കളക്ഷൻ വന്ന ഒരു സിനിമയാണ് ജുറാസിക് പാർക്ക്. ഡൈനോസറിനെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് TV സീരിയലുകളൊക്കെ ഇതിനു മുമ്പേ ഈ ജുറാസിക് പാർക്ക് റിലീസ് ചെയ്യുന്നതിന് മുമ്പേ വന്നിട്ടുണ്ട്. പക്ഷേ ജുറാസിക് പാർക്ക് ജനങ്ങളിലോട്ട് എത്തിച്ച ഒരു രീതി എന്ന് വെച്ചാൽ
എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ തിരുവനന്തപുരം ന്യൂ തിയേറ്ററിൽ ഈ സിനിമ ഏകദേശം 100 ദിവസമാണ് സിനിമ ഓടിയത്. ഈവൻ കൊച്ചു പിള്ളേർ തൊട്ട് അന്നത്തെ ഒരു ട്രെൻഡ് തന്നെയായിരുന്നു ഡൈനോസർ എന്ന് പറയുന്ന ഒരു ട്രെൻഡ് വളരെയധികം വാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്തൊരു സിനിമ തന്നെയായിരുന്നു ജുറാസിക് പാർക്ക്. ജുറാസിക് പാർക്കിനെ വെല്ലാൻ വേറൊരു സിനിമയും വന്നിട്ടില്ല. എത്രത്തോളം മോൺസ്റ്റർ സിനിമ വന്നാലും അതൊരു ജുറാസിക് പാർക്കിൻ്റെ പിന്തുടർച്ച എന്ന് വേണം പറയാൻ. ഇനിയും ഇപ്പോഴും ജുറാസിക് പാർക്കിൻ്റെ പിന്തുടർച്ചയായിട്ട് ജുറാസിക് വേൾഡ് പുതിയ സിനിമകളൊക്കെ വരുന്നുണ്ട്. ഇതിനെല്ലാം തുടക്കം വന്നത് ജുറാസിക് പാർക്ക് തന്നെയായിരുന്നു. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ലോസ്റ്റ് വേൾഡ്, അതൊരു വൻ വിജയം തന്നെയായിരുന്നു. ലോസ്റ്റ് വേൾഡ് അതും നമ്മുടെ ഇന്ത്യയിൽ കേരളത്തുൾപ്പെടെ മിക്ക സംസ്ഥാനങ്ങളിലും ബോക്സ് ഓഫീസിൽ ചലനം സൃഷ്ടിച്ച ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നീട് മോസ്റ്റ് ക്രിട്ടിക്കലി അക്ലൈംഡ് മൂവി എന്ന് പറയപ്പെടുന്ന ഷിൻലിയേഴ്സ് ലിസ്റ്റ് ഒരുവിധപ്പെട്ട എല്ലാ ഫിലിം ലവേഴ്സിനും പരിചിതമായ ഒരു സിനിമ തന്നെയായിരിക്കും ഷിൻലിയേഴ്സ് ലിസ്റ്റ്. ലിയാം നീസൺ, റാൽഫ് ഫൈൻസ്, ബെൻ കിങ്സ്ലി എല്ലാം അഭിനയിച്ച ഒരു സിനിമയാണ് ഷിൻലിയേഴ്സ് ലിസ്റ്റ്. ഒരു പോളിഷ് ജൂതവംശത്തിൽ ഒരു ഫാക്ടറിയും അതും ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ് ഷിൻലിയേഴ്സ് ലിസ്റ്റ് പറഞ്ഞത്. 7 ഓസ്കാറാണ് ഷിൻലിയേഴ്സ് ലിസ്റ്റ് നേടിയത്. നമുക്ക് സ്പിൽബർഗിൻ്റെ എല്ലാ സിനിമകളും കൂട്ടിയാൽ ഒരു ഏകദേശം 145 നോമിനേഷൻസാണ് സ്പിൽബർഗ് ചിത്രങ്ങൾക്ക് വന്നിട്ടുള്ളത്. അതിൽ ഏകദേശം 33 ഓസ്കാർ അവാർഡ്സാണ് സ്പിൽബർഗ് ചിത്രങ്ങൾ നേടിയിട്ടുള്ളത്. അതിൽ ഏറ്റവും ക്രിട്ടിക്കലി ആയിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഷിൻലിയേഴ്സ് ലിസ്റ്റ് തന്നെയായിരുന്നു. മികച്ച സിനിമയ്ക്കും മികച്ച സംവിധായകനും, അദ്ദേഹം ഒരു പ്രൊഡ്യൂസർ കൂടിയാണ്. അപ്പോൾ മികച്ച സിനിമയ്ക്ക് മികച്ച സംവിധായകൻ എന്നുള്ള രീതിയിൽ ഏകദേശം 22 നോമിനേഷനിലാണ് സ്റ്റീഫൻ സ്പിൽബർഗ് വന്നിട്ടുള്ളത്. അതിൽ 3 അവാർഡ് പുള്ളിക്ക് പേഴ്സണലായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ 2 ഡയറക്റ്റ് ചെയ്തത് ഷിൻലിയേഴ്സ് ലിസ്റ്റിൻ്റെ ബെസ്റ്റ് പിക്ചറിനുള്ള മികച്ച പ്രൊഡ്യൂസറിനുള്ള അവാർഡും ചേർത്ത് 3 അവാർഡാണ് സ്റ്റീഫൻ സ്പിൽബർഗിന് കിട്ടിയിട്ടുള്ളത്. 1998 പുറത്തിറങ്ങിയ സേവിങ് പ്രൈവറ്റ് റയൻ, അത് ഏറ്റവും മികച്ച പ്രേക്ഷക പ്രശംസ നേടിയൊരു വാർ ഡ്രാമ സിനിമ തന്നെയായിരുന്നു. 2ാം ലോക മഹായുദ്ധത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണിച്ച ചിത്രം ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അത് ഓസ്കാർ ലെവലിലും പലതരം പുരസ്കാരങ്ങൾ ആ സിനിമ നേടിയെടുത്തു. മാറ്റ് ഡാമണും ടോം ഹാങ്ക്സും തകർത്തഭിനയിച്ച ആ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയം തന്നെയായിരുന്നു. പിന്നീട് ക്യാച്ച് മീ ഇഫ് യു ക്യാൻ എന്നൊരു ചിത്രം വന്നു 2002. ക്യാച്ച് മീ ഇഫ് യു ക്യാൻ ഡികാപ്രിയോയും ടോം ഹാങ്ക്സുമാണ് അഭിനയിച്ചിട്ടുള്ള ഒരു കാറ്റ് ആൻഡ് മൗസ് ഗെയിം ചിത്രം തന്നെയായിരുന്നു. വളരെയധികം എൻ്റർടൈൻമെൻറ്റ് നൽകിയ ഒരു ചിത്രം തന്നെയായിരുന്നു. സ്റ്റീഫൻ സ്പിൽബർഗിനെ അദ്ദേഹത്തെ ഒരു ജോണറുകളുടെ രാജാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അദ്ദേഹം കൈവച്ചിട്ടില്ലാത്ത ജോണറുകൾ ഇല്ലെന്ന് തന്നെ പറയാം. നമുക്ക് ജോസ് ഒരു ഹൊറർ ഇപ്പോൾ യക്ഷി പ്രേതം എന്നല്ല, ഒരു ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ പെടുന്ന ഒരു അഡ്വഞ്ചർ ചിത്രം തന്നെയായിരുന്നു ജോസ്. പിന്നീട് ഷിൻലിയേഴ്സ് ലിസ്റ്റ് ആണെങ്കിൽ വാർ ഡ്രാമയിൽ നമുക്ക് പെടുത്താം. പ്രേക്ഷകരെ എത്രത്തോളം ഇമോഷണലി കൊണ്ടുപോയൊരു വാറിൻ്റെ ആ വാർ കാലഘട്ടത്തിലുള്ള ഒരു വാർ ഡ്രാമ എന്ന് വേണമെങ്കിലും പറയാം. നമുക്ക് ജുറാസിക് പാർക്ക് ആണെങ്കിൽ അഡ്വഞ്ചർ കാറ്റഗറിയിൽ പെടുത്താം. E.T. ആണെങ്കിൽ ഒരു ഫാമിലി സയൻസ് ഫിക്ഷൻ കാറ്റഗറിയിൽ പെടുത്താം. പിന്നീട് 2021 പുറത്തിറങ്ങിയ വെസ്റ്റ് സൈഡ് സ്റ്റോറി ഒരു മ്യൂസിക്കൽ ഡ്രാമ സിനിമയായിരുന്നു, റൊമാൻറ്റിക് സിനിമയായിരുന്നു. അതും ആ ജോണറും സ്റ്റീഫൻ സ്പിൽബർഗ് അതിമനോഹരമായിട്ടാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഒരു ഈവൻ്റ് മൂവിയുടെ ഉപജ്ഞാതാവ് എന്ന് വേണം നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ. കാരണമെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ നായകന്മാരായാലും നായക കഥാപാത്രങ്ങൾ സ്ത്രീയായാലും പുരുഷനായാലും അതൊരു സാധാരണ ഫാമിലിയിലുള്ള ഒരു സാധാരണക്കാരനായിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ജുറാസിക് പാർക്കായാലും അതൊരു വമ്പൻ ഒരു ആക്ഷൻ ഹീറോ സൂപ്പർ ഹീറോ അങ്ങനത്തെ ഒരു ലെവലൊരു നായിക കഥാപാത്രത്തെയോ അദ്ദേഹം അവതരിപ്പിക്കില്ല. ഒരു സാധാരണക്കാര് എങ്ങനെ ഭൂമിയുടെ രക്ഷകരാകുന്നതെന്നുള്ള ഒരു സംഭവം തന്നെയാണ് അദ്ദേഹം മിക്ക സിനിമകളിലും നമുക്ക് കാട്ടിത്തന്നിട്ടുള്ളത്. അതുപോലെ സിനിമകളിലെ ഷോർട്ട് കമ്പോസിഷനും ഡൈനാമിക് ക്യാമറ മൂവ്മെൻറ്റും എന്ന് വെച്ചാൽ നമുക്ക് ഉദാഹരണത്തിന് ജുറാസിക് പാർക്ക് തന്നെ എടുക്കാം. പെട്ടെന്നൊരു ഡൈനോസർ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ആ ഒരു ക്യാരക്ടർ ഹീറോ ആയാലും നായകൻ്റെ ആയാലും ആ ഫേസ് എക്സ്പ്രഷന് ഇപ്പോൾ ഇങ്ങനെ ഒരു അത്ഭുതകരമായിട്ടോ പേടിച്ചോ ഭീതിയോടെ ഇങ്ങനെ നോക്കുന്നൊരു ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ പ്രേക്ഷകർക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എത്ര ഒരു ഭീകര ഒരു സംഭവമാണ് ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത്. അത് കാണാനുള്ളൊരു ത്വര പ്രേക്ഷകരിലോട്ട് ഉണ്ടാക്കുന്നതിലും അത് പ്രേക്ഷകരപ്പോൾ അവിടെ ഒരു ഭീകര സംഭവം പ്രതീക്ഷിക്കും. ആ പ്രതീക്ഷിക്കുന്നതിലപ്പുറമുള്ളൊരു സംഭവം
കൊണ്ടുവരാനും കഴിയുന്നൊരു ഡയറക്ടർ തന്നെയാണ് സ്റ്റീഫൻ സ്പിൽബർഗ്. അത് വാക്കുകളാൽ ഒതുങ്ങുന്നതല്ല അദ്ദേഹത്തിൻ്റെ പ്രതിഭാ കഴിവ്. നിലവിൽ റെക്കോർഡുകൾ പരിശോധിച്ചാൽ ഹയസ്റ്റ് ഗ്രോസിങ് ഫിലിം ഡയറക്ടർ അത് സ്റ്റീഫൻ സ്പിൽബർഗാണ്. ഏകദേശം അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും കൂടെ കൂട്ടിയാൽ ഏകദേശം 10-12 ബില്യൺ ഡോളറാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും കൂടെ നേടിയിട്ടുള്ളത്. മറ്റൊരു സംവിധായകർക്കും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു നേട്ടം തന്നെയാണത്. 4 പതിറ്റാണ്ടുകൾക്കപ്പുറവും സ്റ്റീഫൻ സ്പിൽബർഗ് വീണ്ടും വിസ്മയിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ജൂൺ 12 ഡിസ്ക്ലോഷർ ഡേ എന്നുള്ളൊരു സിനിമ വരികയാണ്. ഏലിയൻ ഇൻവേഷൻ അങ്ങനത്തെ സ്റ്റോറിയാണെന്ന് തോന്നുന്നു. ട്രെയിലറെല്ലാം കണ്ടിട്ട് ഒരു സയൻസ് ഫിക്ഷൻ UFO ബേസ്ഡ് ഒരു സിനിമയാണെന്ന് തോന്നുന്നു. എമിലി ബ്ലണ്ടൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. 12 റിലീസാകുകയാണ്. ഇനി എന്തൊക്കെ വിസ്മയമാണ് അതിൽ കാണാൻ കിടക്കുന്നതെന്ന് നമുക്ക് കാത്തിരിക്കാം. ഏതായാലും സിനിമ ഇറങ്ങിയിട്ട് നമുക്ക് അതിൻ്റെ റിവ്യൂവിലോട്ട് കിടക്കാം. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.